നമസ്കാരം. വേടൻ കലാലോകത്ത് പരിലസിക്കുകയാണ്. വേടൻ മലയാളികളുടെ മനസ്സിലും മുന്നിലും തിളങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ സങ്കുചിത മനസ്കർ അയാളെ എല്ലാ തരത്തിലും പിറകോട്ടടിക്കാൻ ശ്രമിക്കും തോറും വളരെ ആർജവത്തോടുകൂടി മുന്നേറുകയാണ് ചെയ്യുന്നത്. അതൊരു ലോകനീതിയാണ്. ഏതൊരു നന്മയെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും അത് പൂർവാധികം ശോഭയോടെ തെളിഞ്ഞു കത്തുക എന്നുള്ളതൊരു ലോക നിയമം തന്നെയാണ്. ഇപ്പോൾ ഈ വിഷകല അദ്ദേഹത്തിന് കുറെ നിയമങ്ങൾ കൽപ്പിച്ചു നൽകുകയാണ്. അതായത്, നിനക്ക് നിന്റെ സമുദായത്തിന് കുറെ കലകളുണ്ട്, പാരമ്പര്യമായി നിങ്ങൾ നിലനിർത്തി പോരുന്ന കുറെ കലകളുണ്ട്. എന്തുകൊണ്ട് അത് വിട്ടു പുറത്തേക്ക് പോയി? എന്തുകൊണ്ട് വിദേശത്ത് രൂപപ്പെട്ട ഒരു കലാരൂപം റാപ്പ് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു? അതിന് നിങ്ങളെ ആര് സമ്മതം നൽകി എന്ന അർത്ഥത്തിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ, പിന്നോക്ക സമുദായത്തിന്റെ കലാപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ എന്തുകൊണ്ട് ഈ റാപ്പ് പോലുള്ള കലകൾക്ക് വേണ്ടി ദുര്യോഗം ചെയ്തു എന്നിത്യാദി ചോദ്യങ്ങളാണ് ഈ വിഷകലയും അനുബന്ധരായിട്ടുള്ള ചില ആളുകളും ചോദിക്കുന്നത്. അവരോട് പറയുവാനുള്ളത്, ലോകമെമ്പാടും ഭൂമിയിൽ കലാരൂപങ്ങൾ ഉരുവം ചെയ്യുന്നുണ്ട്. ദൈനംദിനം നടക്കുന്ന ഗവേഷണങ്ങളുടെ ഫലമായി ഓരോ രാജ്യത്തെയും അതാത് സംസ്കൃതികളിൽ കലാരൂപങ്ങൾ പിറവിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പിറവിയെടുക്കുന്ന ഓരോ കലാരൂപവും അത് പിറവിയെടുക്കുന്നതോടുകൂടി തന്നെ അത് മാനവകുലത്തിൻ്റെതായി തീരുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ആരുടെയും, അത് കണ്ടുപിടിച്ചവരുടെയോ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച രാജ്യത്തിൻ്റെയോ അല്ലെ ആ കണ്ടുപിടിച്ചവരുടെ മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഒന്നും വകയായി അത് മാറുന്നില്ല. അത് മനുഷ്യകുലത്തിൻ്റെ തന്നെ ഒരു കലാരൂപമായൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. അത് ഈ ഭൂമിയുടെ മുകളിൽ ആർക്കും അഭ്യസിക്കുവാനും പ്രാവർത്തികമാക്കാനും ആസ്വദിക്കാനും എല്ലാം തുല്യമായ അവകാശമുണ്ട്. ഇതൊരു ലോക നിയമമാണ്, ലോകത്തെവിടെയും നിലനിൽക്കുന്ന നിയമമാണ്. അതിനപവാദമായി ഞങ്ങളുടെ ഭാഷ, ഞങ്ങളുടെ കല, ഞങ്ങളുടെ സാഹിത്യം എന്നു പറഞ്ഞ് അതിനെ പൊതിഞ്ഞു പിടിച്ച് വേലി കെട്ടിപ്പിടിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ത്തോടുകൂടി പറയട്ടെ, അത് ഈ ഹൈന്ദവ സമുദായത്തിലെ സവർണ വിഭാഗങ്ങൾ മാത്രമാണ്. അവർക്ക് അവരുടെ ഭാഷയുണ്ട്, സംസ്കൃത ഭാഷ അവർക്ക് മാത്രമായിട്ടുള്ളതാണ്. അവർക്ക് അവരുടെ കലകളുണ്ട്, കഥകളി പോലെയുള്ള കലകൾ, അത് അവരുടേത് മാത്രമാണ്. അതുപോലെ അവർക്ക് കുറെ ആരാധനകളുണ്ട്. ദൈവത്തെ പൂജിക്കാനും ആരാധിക്കാനുമുള്ള അവകാശം അത് അവർക്ക് മാത്രമുള്ളതാണ്. ഇങ്ങനെ ഒരു രീതി ഈ ലോകത്തെവിടെയും ഒരു സമുദായത്തിലും ഒരു മതത്തിലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വൈജാത്യം എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പൊ കലയിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ പോയിട്ടുള്ളവർക്കറിയാം. ഞാൻ അവിടെ 38 കൊല്ലത്തോളം ജീവിച്ച ആളാണ്. ഞാൻ ഈ 38 കൊല്ലവും അവിടുത്തെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. അബുദാബി മലയാളി സമാജം പോലെയുള്ള വലിയൊരു സാംസ്കാരിക കേന്ദ്രത്തിന്റെ
ഭാരവാഹിയായി പ്രവർത്തിച്ചയാളാണ്. അവിടെ ഓരോ വർഷവും എല്ലാ സമുദായത്തിൻ്റെയും എല്ലാ മതങ്ങളുടെയും വിശേഷ ദിവസങ്ങളിലും മറ്റും കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഈ കലാപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ നല്ലൊരു പങ്ക് മിക്കപ്പോഴും അവിടുത്തെ തനത് കലാരൂപങ്ങളായിരിക്കും. അറബികൾക്കിടയിലെ സംഗീതവും പാട്ടും നൃത്തവും ഒക്കെ ഉൾക്കൊള്ളുന്ന പരിപാടികളായിരിക്കും. ഈ പരിപാടികൾ അഭ്യസിക്കുന്നത് നമ്മുടെ മലയാളികളായ കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അതിനെ അഭ്യസിപ്പിക്കുന്നതും അതേക്കുറിച്ച് പഠിച്ച മലയാളികളാണ്. അവരാരും ഇന്ന മതത്തിൽപ്പെട്ടവരെന്നോ ഇന്ന ജാതിയിൽപ്പെട്ടവരെന്നോ തൊലിക്ക് ഇന്ന നിറമുള്ളവരെന്നോ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. അവരത് പഠിച്ച് അവിടെ സദസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ആ വന്നിരിക്കുന്ന കാണികളിൽ പ്രമുഖർ പലപ്പോഴും അവിടുത്തെ ഭരണാധികാരികളായ അറബികളായിരിക്കും. അവർ ആ കല കണ്ടിട്ട്, അല്ല അന്നോളം അറബികൾ മാത്രം അവതരിപ്പിച്ച് കണ്ട ആ കലാരൂപങ്ങൾ കണ്ടിട്ട് അത് മലയാളികൾ ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അവർ അഭിമാനത്തോടു കൂടിയാണ് അതിനെ കാണുന്നതും പ്രശംസിക്കുന്നതും. പലപ്പോഴും അവർ വേദികളിലേക്ക് കടന്നു വന്ന് ഇത് അവതരിപ്പിക്കുന്നവർക്ക് സമ്മാനങ്ങൾ പോലും കൊടുക്കുന്ന ഒരു രീതി കാണാനിട വന്നിട്ടുണ്ട്. ഇതാണ് അവരുടെ ഒരു സഹിഷ്ണുതാ മനോഭാവം, അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളോടുള്ള അവരുടെ വിശാലമായ കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കേരളത്തിൽ തന്നെ മാപ്പിള കലകൾ, മാപ്പിള പാട്ടുകൾ, മാപ്പിള സംഗീതം, അത് അറബി മലയാളത്തിലും അറബിയിലുമുള്ളത്, മൊയ്യൻകുട്ടി വൈദ്യരുടെയൊക്കെ പാട്ടുകൾ അത് അറബി മലയാളത്തിൽ ഒരു പ്രത്യേക ഭാഷയിൽ പ്രത്യേക താളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അഭ്യസിക്കുന്ന എത്രയോ ഹിന്ദു കുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികൾ ഉണ്ട്. അവരതിൽ വൈദഗ്ധ്യം നേടുന്നുണ്ട്, അവർ ഉന്നത സ്ഥാനങ്ങളിൽ അതിലെത്തുന്നുണ്ട്. ഇപ്പം പഴയ കാലത്തെ അതൊരു രീതിയാണ്. മലയാളത്തിലെ മാപ്പിളപ്പാട്ടുകളുടെ ഒരു രാജ്ഞി എന്ന് വിശേഷിപ്പിക്കാമായിരുന്ന വിളയിൽ വത്സല, അവർ പിൽക്കാലത്ത് മതം മാറുകയും വിളയിൽ ഫസീലയായി തീരുകയും ചെയ്തു. അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ അവർ ശോഭിച്ചത് മൊത്തവും, അവർ ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നേടിയതും ഏറ്റവും കൂടുതൽ പ്രശസ്തയായതും അവർ വിളയിൽ വത്സലയായിരിക്കുമ്പോഴാണ്. അവർ പഠിച്ച് അത് അവതരിപ്പിച്ച് ആ പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ ഒരു മുസ്ലിം കലാകാരിയെ ഏറ്റെടുക്കുന്നതിനേക്കാൾ വളരെ ആവേശത്തോടും വളരെ ഗൗരവത്തോടും കൂടി ഇസ്ലാമിക സമൂഹം അവരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവർ ഈ ലോകമൊട്ടുക്കും നടന്ന് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ സ്ഥിരമായി പരിപാടികൾ അവതരിപ്പിക്കുന്ന വേദികൾ ഗൾഫ് നാടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെങ്ങും യാതൊരു വിവേചനവും ഉണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിൽ, കലാലയ യുവജനോത്സവങ്ങളിൽ എത്രയോ അമുസ്ലിം കുട്ടികളാണ് പ്രതിഭ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെങ്ങും മുസ്ലിംസിന് യാതൊരു വേർതിരിവുമില്ല, യാതൊരു കള്ളിയിൽ നിർത്തലുമില്ല. അതാണ് കലയോടുള്ള ലോകത്തിൻ്റെ തന്നെ ഒരു സമീപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ അയൽക്കാരിയായ ഒരു പെൺകുട്ടി, ഒരു പുലയ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി, അതിൻ്റെ പിതാവ് എൻ്റെ വീട്ടിൽ കൃഷിപ്പണിക്കും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ പെൺകുട്ടി അറബി പഠിച്ചിട്ട് അത് അറബി അധ്യാപികയായി. 10-30 വർഷക്കാലത്തോളം അറബി അധ്യാപികയായി ജോലി ചെയ്ത് ഇപ്പോൾ റിട്ടയർ ആയിരിക്കുകയാണ്. ഞാൻ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള എൻ്റെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഞങ്ങളെ സലാം പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ഈ പെൺകുട്ടി എന്നോട് അറബിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു.
അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയുമാണ് വിളിച്ചിരുന്നത്. അവരോട് അതിനെ പ്രതികരിച്ചത് പോലും ആ തരത്തിലാണ്. അപ്പൊ അതാണ് നാടിന്റെ ഒരു രീതി, മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണത്. അവിടെയാണ് ഈ ജാതി കോമരങ്ങൾ, ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. അവരുടെ ഉള്ളിലിരുപ്പെല്ലാം തന്നെ പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേടൻ വിഷയത്തോടുകൂടി, ഈ വേടൻ വിഷയം പുറത്തു വന്നതോടുകൂടി ഇവരുടെ എല്ലാം ഉള്ളിലിരിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. അവര് സമുദായത്തെ ഒന്നായി കാണുന്ന, ഹൈന്ദവ സമുദായത്തെ ഒന്നായി കാണുന്ന ഈ വിഷകലയൊക്കെ ഇപ്പോൾ അതിനകത്ത് ഒന്നായി കാണാൻ പറ്റില്ല. വെളുത്തവനും കറുത്തവനുമുണ്ട്, താഴ്ന്നവനും ഉയർന്നവനും ഉണ്ട് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട്, പരസ്യമായി വാഗ്വാദം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് നാം കാണുന്ന ഏറ്റവും വലിയ ഒരു വൈചിത്ര്യം എന്ന് നാം മനസ്സിലാക്കണം. മലയാളത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് കലാമണ്ഡലം ഹൈദരാലിയുടേത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട അദ്ദേഹം സവർണരുടെ കലയാക്കി മാത്രം വെച്ചിരിക്കുന്ന കഥകളിയിലെ സംഗീതം അഭ്യസിക്കാൻ അദ്ദേഹം പെട്ട പാട്, ഇതും മറ്റാരും പറഞ്ഞോ വായിച്ചോ ഒന്നും ഞാൻ അറിഞ്ഞതല്ല. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ അദ്ദേഹവുമായി ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് വളരെ കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ആ കഥകളിയെ സ്നേഹിച്ചതും കഥകളി സംഗീതത്തെ സ്നേഹിച്ചതും അതിലൂടെ വിദ്യ അഭ്യസിച്ച് ഈ രംഗത്ത് വരാൻ കൊതിച്ചതും അതിനുവേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടതും ആ സമയത്ത് ഈ കലയെ കൈയടക്കി വച്ചിരിക്കുന്ന സമുദായങ്ങളിൽ നിന്നും, സ്വന്തം സമുദായത്തിൽ നിന്നും അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മലയാളത്തിൽ കഥകളി സംഗീത ലോകത്തെ ഒരു അജയ്യനായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു അപവാദമായി ഇന്നും നിലനിൽക്കുകയാണ്. കലാമണ്ഡലം ഹൈദരാലിയുടെ സ്ഥാനത്തേക്ക് ഒരു ഇതര സമുദായക്കാരൻ അല്ലെങ്കിൽ ഒരു സവർണ ജാതിയിൽ പെടാത്ത ഒരു ഹൈന്ദവൻ പോലും ആ തരത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ തരത്തിൽ വേലി കെട്ടി തിരിച്ചു വച്ചിരിക്കുന്ന കലകളെ എല്ലാം തന്നെ സമൂഹം മൊത്തത്തിൽ അതിക്രമിച്ചു കിടന്നുകൊണ്ട് വേലി പൊളിച്ചുകൊണ്ട് തന്നെ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ്. ഇവിടുത്തെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട, താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരെന്ന് കളം തിരിച്ചു വച്ചിരിക്കുന്ന ആ ആളുകൾ ഈ കലകളൊക്കെ അഭ്യസിക്കാൻ മുന്നോട്ട് വരണം. കഥകളി അഭ്യസിക്കുവാൻ അവർ മുന്നോട്ട് വരണം. അതിനുവേണ്ടി സർക്കാർ ആ സമുദായങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്ന പണം തന്നെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ വിഷകല പറയുന്നുണ്ട്, ഈ പട്ടികജാതിയിൽപ്പെട്ട സമുദായങ്ങളുടെ വികസനത്തിന്, അവരുടെ കലാപരമായ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം എന്തിനെടുത്ത് ഈ റാപ്പ് സംഗീതം പോലുള്ള ഒന്നിന് ഉപയോഗിച്ചു, എന്തിനെടുത്ത് ആ പരിപാടി നടത്താൻ ചെലവാക്കി എന്ന് ഈ വിഷകല ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ചോദ്യത്തെ ഖണ്ഡിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തുള്ള ഏത് കലയും അത് പഠിക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ആ പൈസ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതാര് പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, എന്തു പഠിക്കുന്നു എന്നുള്ളതല്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തുരുവം കൊണ്ട ഒരു കലാരൂപമായിരുന്നാലും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ ഈ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പഠിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കഥകളിയും അതുപോലെയുള്ള സവർണ കലകൾ എന്ന് മുദ്രകുത്തി മാറ്റി വച്ചിരിക്കുന്ന കലകളും പഠിക്കുവാൻ ഈ പിന്നോക്ക സമുദായങ്ങൾ കൂട്ടമായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. കഴിവുള്ളവർ അവർ ധൈര്യപൂർവ്വം രംഗത്ത് വരണം. അവരെ സമൂഹവും സമുദായവും
പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ തയ്യാറാകണം, സർക്കാരും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ തയ്യാറാകണം. ആ തരത്തിൽ ഈ വേറുകൃത്യം മാറ്റിയെടുക്കുകയും വിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ കലകളും നമ്മുടെ സംഗീതവും നമ്മുടെ സാഹിത്യവുമൊക്കെ ഇത്തരം കള്ളികളിൽ നിന്നും മോചിപ്പിക്കണമെന്നും ആണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.